ഇനി കേൾക്കണം കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞുള്ള ഗേൾ ഫ്രണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, പുള്ളിക്കാരി ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു. എന്ത് ഭംഗിയാടിയത്. എനിക്ക് അസുഖം കൊണ്ടിരിക്കാനേ ഉള്ളൂ. ചിലപ്പോൾ കല്യാണം കഴിക്കാത്തുണ്ടായിരിക്കില്ലേ. എൻ്റെ മുമ്പ് ഞാനൊന്നും സാധിച്ചില്ല. എൻ്റെ അത്ര പോലെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴേ കല്യാണം കഴിക്കണ്ടായിരുന്നു അല്ലേ. നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എടി, നീ അറിഞ്ഞായിരുന്നോ? ഓ, എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടില്ലേ മറ്റവൻ, അവൻ ഇന്നലെ ഏതോ ലൈൻ സെറ്റ് ആയി തോന്നുന്നു. ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടേക്കുന്നുണ്ട്. ഉറപ്പില്ല, അഥവാ അവൻ്റെ ലൈനാണെങ്കിൽ എൻ്റെ അത്ര പോലെ. ഓ, ഇച്ചിരി ജാട കൂടുതലാണെന്ന് തോന്നുന്നു. കണ്ടിട്ടതുപോലെയൊക്കെ തോന്നുന്നു. ഒരുറപ്പൊന്നും നീ കൊച്ചി. നമ്മളെന്തിനാ അതൊക്കെ അറിയുന്നത്? ഓ, എന്താ അസൂയ? പിന്നെ എനിക്കോ ആ പെണ്ണ കണ്ടിട്ട് അസൂയ. കഴിഞ്ഞതാ. ഇതൊക്കെ ഇടണതേ നമ്മളെ കാണിക്കാൻ, അല്ലാണ്ട് പിന്നെ എന്തോ. അവൻ പറയാ ഞാനിന്ന് തടിച്ചു പോയിന്ന്. ഞാൻ എപ്പോഴാണ് തടിച്ചത്? ഇന്നിപ്പോൾ മന്തി തിന്നിട്ടായിരിക്കും തടിച്ചത്. കവിളൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കണ്ണിൻ്റെ അടിയൊക്കെ കറുത്തു പോയെന്നാ തോന്നണേ. അയ്യോ, എൻ്റെ സൗന്ദര്യം എല്ലാം പോകല്ലേ. ഇനിയിപ്പോൾ ഞാൻ കാണാൻ കൊള്ളാത്തതുകൊണ്ടാണ് വേറെ പെണ്ണിൻ്റെ കൂടെ പോകുന്നത്. എനിക്ക് ഡൗട്ടുണ്ട്. നീ എപ്പോഴാണ് തടിച്ചു പോയത്? നീ ശ്രദ്ധിച്ചിട്ടില്ലേ? നീ ഇത്ര നേരമായിട്ട് കണ്ണാടിയൊന്നും മാറി നോക്കിയിട്ട് പോലുമില്ല. എനിക്ക് പക്ഷെ ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്നും കാണുന്നോണ്ടായിരിക്കുമല്ലേ. അവനും എന്നെ എന്നും കാണുന്നുണ്ടല്ലോ. എനിക്ക് എവിടെയാണ് തടിച്ചത്? കവിളാണോ തടിച്ചത്? കവിള് നോക്കിയിട്ടാ പറഞ്ഞത്. അടി, നീ എന്താ 2 ദിവസം വരാത്തേ? എടി, നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പുതിയൊരു പെണ്ണ് വന്നിട്ടുണ്ട്. നീ അറിയണം നമ്മുടെ ക്ലാസ്സിൽ നടക്കണതൊക്കെ. പുതിയൊരു പെണ്ണ് വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ പയ്യന്മാരെല്ലാം ആ പെണ്ണിൻ്റെ പുറകെ. എന്തുവാ അവളുടെ പേര്? ശ്രീചിത്ര. ഓ, വാട്ട് എവർ, എനിക്കറിയില്ല. എല്ലാവരും അവളുടെ പുറകെ. അവളെന്തോ മിസ് വേൾഡ്, മിസ് ഇന്ത്യ, അങ്ങനത്തെ ഒരു നടപ്പാണ് അവൾ. പിന്നെ ഞാൻ എന്ത് പറയാനാ? നീയും ഇല്ല. പിന്നെ എനിക്ക് പറയാനൊക്കെ അറിയാം. ഭയങ്കര ചാട ഞങ്ങളുടെ കാണിച്ചുകൊണ്ടെന്നാൽ നല്ലത് കൊടുക്കും. പിന്നെ നീ കൂടെ വന്നാൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു പോലുമില്ലല്ലോ വരത്തില്ലാന്ന്. ട്രിപ്പൊക്കെ പോയല്ലേ ദുഷ്ടത്തി. എന്തായാലും നാളെ വന്ന് നമുക്ക് അവൾക്ക് ഒരു പണി കൊടുക്കണം. നമ്മുടെ ക്ലാസ്സിലെ ബോയ്സ് എല്ലാം പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലെ അവളുടെ പുറകെയാണ്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല.